ഹലോ എവ്രി വൺ. ഇന്നിവിടെ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മധുരക്കിഴങ്ങ് അത് വേവിച്ചപ്പോൾ നല്ലപോലെ അങ്ങോട്ട് വെന്തു പോയി. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചു. 1.5 കപ്പ് നമ്മുടെ ആട്ടാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടെ എടുത്ത ശേഷം കുറച്ച് പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് എണ്ണ, റിഫൈൻഡ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോർമൽ വാട്ടർ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വയ്ക്കാം. അപ്പോൾ വെള്ളവും ചേർത്ത് കുഴയ്ക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഡോ ആക്കി നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് ഞാൻ ജാഗറി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജാഗറി പൗഡറിൽ കുറച്ച് വെള്ളവും ആഡ് ചെയ്ത ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലെന്തായാലും മറ്റേ ഇംപ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. മെൽറ്റായി വന്ന ശേഷം അവിടെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല തിക്കാക്കി കിട്ടുന്നത് വരെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഈ ശർക്കരയിൽ അങ്ങോട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ വെന്തത് കാരണം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയറും ചെയ്യുന്നത് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ചപ്പാത്തിക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. പിന്നെ ബാക്കി പ്രോസസ്സ് നമ്മുടെ ഈ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് ഉരുളകളാക്കി ഞാൻ ഉരുട്ടി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി മാവും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പരത്തി തുടങ്ങാം. ഞാൻ ആദ്യം ഒന്ന് നെയ്യ് കുറച്ച് ആഡ് ചെയ്ത ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കൈകൊണ്ട് തന്നെ. നമുക്ക് പരത്തിയും എടുക്കാം. അതാണ് ഒന്നും കൂടെ ഈസി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് താഴത്തൊരു ബോൾ വെച്ച ശേഷം അതിനെ അങ്ങോട്ട് സീൽ ചെയ്യുക. അടിയിൽ ഇങ്ങനെ സീലാക്കിയ ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫില്ലിംഗ് വെച്ചിട്ടുള്ള മറ്റേ ചപ്പാത്തി ഉണ്ടാക്കേണ്ട ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലായിട്ട് കുറച്ച് ഡസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കൊമളിച്ച് വരികയും ചെയ്യും. അപ്പോൾ വൺ സൈഡായി ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു, നെയ്യും ചേർത്തു. ഇനി മറ്റേ സൈഡിലും ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് നല്ലപോലെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റുമാവും ടേസ്റ്റുമാണ്. അപ്പോൾ പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ ഓവർ കുക്ക് ചെയ്തപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയാണ്. നമുക്കിതിൻ്റെ കൂടെ ഒരു കറിയും ആവശ്യമില്ല. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.